ചില ആളുകൾ ഡിജിറ്റൽ ഇൻടോക്സിക്കേഷൻ എന്ന് വിളിക്കും. കാരണം ടോക്സിക് ആയിട്ട് ഇത് ഓൾറെഡി കയറി കഴിഞ്ഞു, അതിനെ ഇൻടോക്സിഫൈ ചെയ്യുക. കംപ്ലീറ്റ് മൊബൈൽ ഫോൺ ഒഴിവാക്കുക എന്ന് പറയുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അഡിക്ഷനെ നിങ്ങൾ അംഗീകരിക്കുക. നമ്മുടെ ഹ്യൂമൻ ബോഡിയും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഏറ്റവും നമ്മളൊരു വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ മിഡ് നൈറ്റ് ടു ഏർലി മോർണിംഗ് ഉള്ള ഒരു ടൈം. അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ കപ്പാസിറ്റി കംപ്ലീറ്റ് ഹാംപേർഡ് ആവും. ധാർമ്മികതയുടെ ആ അതിർവരമ്പുകളൊക്കെ അവിടെ അങ്ങ് പോകും. നിങ്ങളുടെ തീരുമാനത്തെ ഉറപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ലൈഫ് ഈ കണക്കായിരുന്നു, ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു, ഇങ്ങനെ അങ്ങ് പലരോട് അങ്ങ് ടെസ്റ്റിഫൈ ചെയ്യുക. പല വീടുകളിലും പാരൻസും മക്കളും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഇല്ല, ബോണ്ടിങ് ഇല്ല. നമ്മൾ പലപ്പോഴും ഈ സോങ്സിന്റെ ആ ഒരു ഹാം നമ്മൾ മനസ്സിലാക്കത്തില്ല. 24 hours ഈ രണ്ട് ചെവി കൂടെയും ഇടിച്ച് കയറ്റുക മനസ്സിനകത്തേക്ക് ഒരു സ്റ്റഫ്. ഇപ്പം കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ചില ഫോൺസിലൊക്കെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ആപ്സ് ഉണ്ടെങ്കിൽ അതിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടോ? അതിൻ്റെയൊക്കെ യൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളൊരു പോൺ അഡിക്ഷൻ, അതിൽ നിങ്ങളങ്ങ് അഡിക്റ്റഡ് ആയി എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയാണ്, പക്ഷേ ഈ ഒരു അഡിക്ഷൻ കാരണം എനിക്കൊന്നും പറ്റുന്നില്ല, കുറ്റബോധം കാരണം പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അഡിക്ഷൻ്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഈ ആപ്പൊക്കെ ഉപയോഗിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഈ പോൺ അഡിക്ഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയായ ഇൻഫർമേഷൻ അല്ല കിട്ടുന്നത് എന്നുള്ള ഒരു റിസ്ക്. രണ്ടാമത്, നമ്മുടെ ഈ ബ്രെയിനിലൊരു ഡോപ്പമൈൻ ഫീൽ ഗുഡ് ഹോർമോൺ ആണ് ഡോപ്പമൈൻ, ഹാപ്പിനെസ് ഹോർമോൺ. അപ്പോൾ ആദ്യം ഒരു ചെറിയ എക്സ്പോഷർ മതിയായിരുന്നു ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനും സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും. കുറേ അതിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ അത് പോരാ, ഇച്ചിരിയും കൂടെ കൂടിയ കണ്ടന്റ് വേണം. ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ വീഡിയോ വേണം. പിന്നെ സാധാരണ വീഡിയോ പോരാ, ചെന്ന് 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 അത് ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ വരെ ചെല്ലും. ചില ആളുകൾ അങ്ങേ അറ്റത്ത് ഹോമോസെക്ഷുവാലിറ്റി ചെന്നായിരിക്കും അത് അവസാനിക്കുന്നത്. കാരണം നോർമൽ ആയിട്ടുള്ളൊരു സെക്ഷൽ കാര്യം അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ ഇവരുടെ ബ്രെയിനിനെ ഇതങ്ങ് നശിപ്പിച്ച് കളയും. ഇതും അല്ലെങ്കിൽ പോലും ഈ എക്സ്പെക്റ്റേഷനും ഈ ഓറിയൻറ്റേഷനുമായിട്ട് ഫാമിലി ലൈഫിലേക്ക് കയറുമ്പം ചിലപ്പോൾ കുടുംബങ്ങൾ തകരും. 47% ഡിവോഴ്സുകൾ നടക്കുന്നതിൻ്റെ കാരണം ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഇഷ്യൂ ആണ്. അതാണ് സർവേസ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മോട്ടിവേഷൻ തരുന്നത്. ഒരാപ്പിനെ ഞാൻ പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ പ്ലേ സ്റ്റോറിൽ ചെന്ന് പോൺ ടെർമിനേറ്റർ അല്ലെങ്കിൽ പോൺ ബ്ലോക്കർ, ഇഷ്ടം പോലെ ആപ്പുണ്ട്. അതിൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനങ്ങ് പെർമിഷൻ കൊടുക്കുക. ഒരു സ്റ്റെപ്പ് മാത്രമാണ്. പിന്നെ വേറൊന്ന്, നിങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നിങ്ങൾ ഈ അഡിക്ഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം, സ്ഥിരമായിട്ട് നിങ്ങൾ ഈ അഡിക്ഷൻ സംഭവിക്കുന്നത് നിങ്ങളുടെ ബെഡിൽ കിടന്നുകൊണ്ടാണ് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ കിടക്കുമ്പോൾ കാണാൻ പറ്റുന്ന സ്പോട്ടിൽ നിങ്ങളൊരു വാക്യമോ ഒരു തീരുമാനമോ ഒരു പിക്ചറോ അപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് തടയുന്ന എന്തെങ്കിലും ഒരു സിമ്പലോ നമ്മൾ വീണ്ടും റിമൈൻഡ് ചെയ്യാം, നമ്മുടെ ഡിസിഷൻ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അതാ അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ചില സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫോണിൽ തന്നെ ഇതെല്ലാം തടയുന്ന പല ആപ്പ് ഉണ്ടായിരിക്കാം, അത് ഉപയോഗിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പോണോഗ്രഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പോണോഗ്രഫിയുടെ ഒരു എക്സ്ട്രീമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന വുമൺ, നമ്മൾ നേരിട്ട് കാണുന്നവരെയും ഒബ്ജക്റ്റിഫൈ ചെയ്ത് മാത്രം കാണുക എന്ന് പറയുന്നൊരു പ്രശ്നം. അതിന് അവർ പഠിപ്പിക്കുന്നത് അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ, ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്ന നിലയിലേക്ക് അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് വരുമ്പോൾ അതിന് നമുക്ക് അങ്ങനത്തെ ലെവലിലേക്ക് വരുന്നവരും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെയൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അവർക്ക് പിന്നെ സ്ത്രീകൾക്ക് ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ലെവലിലേക്ക് ഇത് വളരുമ്പോൾ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അതായത് ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മുടെ സമൂഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പരിപാവനമായ ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പം വേദപുസ്തക പ്രകാരം ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചും വേദങ്ങളിൽ പോലും ഭയങ്കര, ഇപ്പം ബ്രഹ്മചാര്യ എന്ന് പറയുന്നത് ഒരു അഡോളസൻസിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് തന്നെ വിശദീകരിക്കുന്നതാണ് നമ്മുടെ വേദങ്ങൾ, അതുൾപ്പെടെ. അപ്പം സമൂഹമാണെങ്കിലും സെക്കുലർ വേൾഡ് ആണെങ്കിലും ബൈബിളാണെങ്കിലും എല്ലാം ശ്രേഷ്ഠമായ പരിപാവനമായ ഒന്നെന്ന് കാണുന്ന ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ വികലമായ ഒന്നാക്കി, അതിനെ ഒരു ഗെയിമാക്കി,
അതിൻ്റെ അതിർവരമ്പുകൾ എല്ലാം ഇല്ലാതാക്കുന്നതാണ് അതിലെ ആനന്ദമെന്ന് വരുത്തി തീർത്ത് ഈ ചെറുപ്പക്കാരുടെ ബ്രെയിനിനെ അങ്ങ് കണ്ടമാനം ഇത് ചെയ്തെടുക്കുകയാണ്. ഇതിനെ അങ്ങ് വല്ലാതെ ടോക്സിഫൈ ചെയ്തെടുക്കുകയാണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ ഈ ഇടയ്ക്ക് ഞാൻ കേട്ടത്, IT കാരനായ ഹസ്ബൻഡ്, പുള്ളി കല്യാണമെല്ലാം ഭയങ്കര ആഡംബരമായിട്ട് കഴിഞ്ഞ് അന്ന് രാത്രി ഈ റൂമിലേക്ക് പുള്ളിക്കാരത്തി കയറി വരുമ്പോൾ കാണുന്നത് ഇവൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വല്ലാത്ത വൈകൃതം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലത്തെ വൈകൃത വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവള് പേടിച്ചു പോയത് കണ്ടിട്ട്. അപ്പോൾ ഇവള് പെട്ടെന്ന് ഇവക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായി പോയി. കാരണം ഇവക്ക് മനസ്സിലായി ഇതാണ് പുള്ളിയുടെ ബിഹേവിയർ. ഇവള് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു, ബാൽക്കണിയിൽ ചെന്നിട്ട് ഇവളുടെ ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇവിടെ വരണം, വരത്തില്ല എന്നാ പറയുന്നെങ്കിൽ ഞാനിപ്പോൾ താഴെ ചാടും. അപ്പോൾ നീ അങ്ങനെ പറയല്ലേ, ഞാൻ വരാം. അങ്ങനെ ഓടിച്ചെന്ന് അവിടെ ബഹളം ഉണ്ടായി, വഴക്കുണ്ടായി. അപ്പം ഇവള് കാര്യങ്ങൾ മുഴുവൻ അപ്പനോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ ആ ചെറുക്കൻ അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ആ വാക്കിൻ്റെ പേര് വിഷയം ഉണ്ടായി. അത് നേരെ ചെന്ന് മ്യൂച്വൽ ഡിവോഴ്സിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ ചെറുക്കനോട് നമ്മൾ ചോദിച്ചാൽ അവൻ പറയും, വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ മനസ്സിനകത്തേക്ക് ഈ ടോക്സിക് കണ്ടന്റ് എവിടെയോ അല്പാൽപമായിട്ട് കയറി വന്നത് അവൻ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പരിപാവനതയിൽ നിന്ന് തകിടം മറിച്ച് കളഞ്ഞു. അങ്ങനെ അവന് ഇപ്പം ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണെങ്കിലും അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ആണെങ്കിലും അതിനെ മലയാള വാക്ക് പറഞ്ഞാൽ വികലമാക്കി കളഞ്ഞു. അതുകൊണ്ട് അവനൊരു പരാജയം. അവന് ഫാമിലി ലൈഫ് പ്രശ്നം, പേഴ്സണൽ ലൈഫ് പ്രശ്നം, ജോലി സംബന്ധമായിട്ട് പ്രശ്നം, റിലേഷൻഷിപ്പുകൾ പ്രശ്നം. ചില ആൾക്കാർ ഇതിനെ അങ്ങ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ, ചില ആൾക്ക് വേറെ ഡിസോർഡറും ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അൺകൺട്രോൾ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിലേക്ക് പോലും ഇവരെ കൊണ്ടുവിടുന്നത് ഇതുപോലത്തെ എക്സ്പോഷറാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഫോം ചെയ്തു വരുന്നതാണല്ലോ. ജനിച്ചപ്പോഴേ ഒരു എലിമെൻ്റ് മാത്രം, ഒരു അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും വളർച്ചയുടെ ഭാഗമായിട്ട് കിട്ടുന്ന. അപ്പോൾ ഈ സറ്റിറിക് ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ അതുൾപ്പെടെ ഉണ്ടാക്കാൻ ഈ എക്സ്പോഷർ മുഖാന്തരം അയക്കാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുതായിട്ട് തുടങ്ങുന്ന പലതും അവരുടെ ഭാവിയെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്കുള്ളതാണ് ഈ പോണോഗ്രാഫിക് അഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിജിറ്റലായിട്ട് നമ്മൾ ചിലപ്പോൾ രസത്തിനായിരിക്കും പലതൊക്കെ ചിലർ തുടങ്ങുന്നത്. എസ്പെഷ്യലി പക്ഷേ കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ്, പലരും പറയുന്നത്, ഞങ്ങളുടെ സ്റ്റുഡൻസൊക്കെ ഞാൻ കണ്ടുള്ള അവരൊക്കെ ഒരു പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫ് പോലെ ഇതിനെയൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി ഇതേപോലെ പോണോഗ്രഫി അഡിക്ഷനൊക്കെ ആവുന്നവരുണ്ട്. അതൊരു ട്രെൻഡായിട്ട് മാറുകയാണോ എന്ന് പറയാൻ എനിക്ക് തോന്നാറുണ്ട്. ഈ ഇടയ്ക്ക് ഒരു മീറ്റിങ്ങിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ടോക്കിൽ ഒരാൾ പറഞ്ഞത്, ഗേൾസ് ഹോസ്റ്റലിൽ, അവൾ പഠിക്കുന്ന കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നാളെ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നാളെ ഒരു പ്രൊജക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നാളെ ഒരു ചെറിയ അസൈൻമെൻ്റ് ആയിരിക്കാം, അത് 2 മണിക്കൂർ ഇരുന്നാൽ തീരുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്നാൽ തീരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെറിയൊരു സ്ട്രെസ്സ് വന്നപ്പോഴേക്കും സ്ട്രെസ് റിലീഫിന് വേണ്ടി ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഒന്നുകിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഇൻവൈറ്റ് ചെയ്താൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ വലിക്കാനോ കുടിക്കാനോ അല്ലെങ്കിൽ ഡ്രഗ്സിനോ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യത്തിന് വരെ സ്ട്രെസ് ഇങ്ങനെ എരച്ച് കയറി വരുന്നു എന്നുള്ളൊരു ചലഞ്ച്. 2, കയറി വരുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനൊരു ഹെൽത്തി സ്ട്രാറ്റജി ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ ചലഞ്ച്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ അൺഹെൽത്തി സ്ട്രാറ്റജി? ഇപ്പോൾ അഡിക്ഷനിലേക്ക് പോകുന്നത്, ഇതിപ്പോൾ ഏത് അഡിക്ഷൻ ആണെങ്കിലും, പോണോഗ്രാഫിയുടെ ആണെങ്കിലും ഫിസിക്കൽ ഇമ്മൊറാലിറ്റിയുടെ ആണെങ്കിലും വലിയോ കുടിയോ കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് പോകേണ്ടി വരുന്നതിൻ്റെ ആവശ്യകതയാണ് ഈ 2 പ്രശ്നങ്ങൾ. അതാണ് അതിൻ്റെ റൂട്ട്. നമുക്കിപ്പോൾ ഈ ഫോൺ അഡിക്ഷൻ അതിനായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്യുക, മൊബൈൽസ് റീൽസിൽ സ്പെൻഡ് ചെയ്യുക, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണത്. ആകാം. അപ്പോൾ സ്ട്രെസ് റിലീഫിന് വേണ്ടി പലരും പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചിലർക്ക് മ്യൂസിക് കേൾക്കുക, അത് സ്ട്രെസ് റിലീഫാണ്. പക്ഷേ ആ കേൾക്കുന്ന മ്യൂസിക് നല്ല മ്യൂസിക് ആണെങ്കിൽ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ സ്ട്രെസ് റിലീഫിന് വേണ്ടി ഒരാൾ യൂട്യൂബിൽ ഒരു ഗൈഡൻസ് വീഡിയോ കണ്ടു, അത് പോസിറ്റീവായിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷെ അതിന് പകരം ഇതുപോലത്തെ ടോക്സിക് കണ്ടന്റിലേക്ക് പോകുമ്പോഴാണ് ആ സ്ട്രെസ് റിലീഫിന് വേണ്ടി എടുത്തത് അൺഹെൽത്തി മീൻസ് ആയി പോകുന്നത്. അതിലാണ് ഒന്ന് തിരിച്ചറിവ് വേണം. 2, സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കുറേ സെൽഫ് റിഫ്ലക്റ്റഡ് പോസിബിലിറ്റി ഉണ്ടാകണം. ഇപ്പം എന്താണ് എനിക്ക് സ്ട്രെസ് തരുന്നത്? എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഈ സ്ട്രെസ് ഇങ്ങനെ ആധി കയറുന്ന പോലെ കയറിക്കഴിഞ്ഞാൽ ഞാൻ ആകെ ഡൗൺ ആയി പോകും. അപ്പം അത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും?
അതാണ് എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ അൺഹെൽത്തി മീൻസ് അല്ലാതെ ഈ ഇരച്ച് കയറി വരുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള ഹെൽത്തി മീൻസ് എന്തൊക്കെ എനിക്കുണ്ട്, അത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പം ഹെൽത്തി മീൻസ് ആയിട്ട് സ്ട്രെസ് റിലീഫിന് പാസ്റ്റർ സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും means ഉണ്ടോ? ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി ആയിരിക്കും. ഓക്കെ. കാരണം ഞാനൊരു സ്പിരിച്വൽ പേഴ്സണാണ്. അപ്പോൾ എൻ്റെ ഒരു റീഡിങ് അനുസരിച്ച് എത്രയോ കൂട്ടുകാർ, ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ കേട്ട ഒരു ടെസ്റ്റ് മണി ഒരു യൂത്ത് ക്യാമ്പിൽ വെച്ച്, അവൻ ദൈവപൈതലായിട്ടാണ് ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ട് വളർന്നെങ്കിലും സാധാരണ ടിപ്പിക്കൽ യൂത്തിനെ പോലെ പിന്മാറ്റത്തിൽ പോയിട്ട് അങ്ങേ അറ്റത്ത് നിരീശ്വരവാദി ടൈപ്പായി പോയി. അപ്പം ചുമ്മാ തമാശയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പിന് പോകാമെന്നും പറഞ്ഞ് കൂട്ടുകാർ വിളിച്ചപ്പോൾ ഇവൻ അടിച്ചു വിളിക്കാൻ പോയതാണ്. പക്ഷെ ആ ക്യാമ്പിൽ എല്ലാവരും ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഇവനൊരു ശൂന്യത അങ്ങ് തോന്നി. ഇവൻ്റെ അകത്തങ്ങ് എന്തോ സങ്കടം കയറി വന്നു. അപ്പം ഇവൻ പറയുന്നത്, സത്യത്തിൽ എനിക്ക് അറിയില്ല എനിക്ക് എന്താ സംഭവിച്ചത്, ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു സ്പർശനമായിരുന്നു. അവൻ എന്നോട് പറയുന്നത്, ഞാൻ കഞ്ചാവിൻ്റെ പുറകെയും അൺഹെൽത്തി മീൻസിൻ്റെ പുറകെയും ഇഷ്ടം പോലെ പോകുമായിരുന്നു. കാരണം ദൈവം ഇല്ലാതായാൽ ലൈറ്റ് കെടുത്തിയാൽ മതി, ഇരുട്ടിനെ നമ്മൾ ക്ഷണിക്കൊന്നും വേണ്ട. അപ്പോൾ കയറി വന്നു. പക്ഷെ ഇപ്പം എനിക്കിതൊന്നും വേണ്ട. ഇപ്പോഴത്തെ എൻ്റെ വിഷയം, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ബൈബിൾ തുറക്കുന്നു, എനിക്കൊരു വേഴ്സ് കിട്ടും. ഓൾ ത്രൂ ദ ഡേ ആ വേഴ്സ് എന്നെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഗൈഡിങ് ഫോഴ്സ് ആയിട്ടിരിക്കും. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചില ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ സ്പിരിച്വൽ കാര്യങ്ങളാണ് കൂടുതൽ പറയുക. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ സ്ട്രെസ്സിന്റെ ഒരു റീസൺ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരായിരിക്കാം നമ്മൾ ഈ അൺഹെൽത്തിയിലോട്ട് കൊണ്ടുപോകുന്നതും. നമ്മുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. ഡെഫിനറ്റ്ലി. കാരണം നമ്മളെ പ്രത്യേകിച്ച് ഒരു കൗമാരപ്രായം, യൗവന പ്രായം എന്നുള്ളതിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഏറ്റവും ടോപ്പ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ് നമ്മുടെ പിയർ ഗ്രൂപ്പ് ഫ്രണ്ട്സ്. അതൊരു പ്രായത്തിൻ്റെ പ്രത്യേകതയും കൂടെയാണ്. പക്ഷേ ഒരു മീഡിയം ലെവലിലുള്ള പിള്ളേരുണ്ട്, ഇല്ലെങ്കിൽ സാമാന്യം നന്നായിട്ട് ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാവരും വളരെ ചുരുക്കമായിരിക്കാം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്താൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ അഡിക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ ഒരു നോട്ടിൽ എഴുതുക, നമ്മളിതിനെ റിയലൈസ് ചെയ്യുക, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം. നെക്സ്റ്റ് തിങ് ഇസ് പ്രൊക്ലമേഷൻ. നമ്മൾ അതിൽ നിന്നും പുറത്തു വന്നു പ്രൊക്ലെയിം ചെയ്യുക. പിന്നെ പാസ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, നമ്മളിങ്ങനെ ഈ പ്രൊക്ലെയിം ചെയ്ത് മാത്രമല്ല നമ്മുടെ പാരൻസിനോട് നമ്മുടെ ഒരു മെൻറ്റർ പോലെ നമ്മുടെ ഒരു ഹെൽപ്പ് ചെയ്യും. അതാകുമ്പോൾ അവരും നമ്മളെ അതിൽ നിന്നും പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യും. സോ നമുക്കൊരു ഹെൽപ്പിംഗ് ഫോഴ്സ് ആയിട്ട് ചിലരെ കാണുക. അതർ തിങ് പാസ്റ്റർ പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പോണോഗ്രഫി ആയാലും ഡിജിറ്റൽ വെൽബീയിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. സോ അങ്ങനത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്സിലൂടെ പാസ്റ്റർ പറഞ്ഞ പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇടയ്ക്ക് ഒരു സ്റ്റഡിയിൽ കണ്ട ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മളിപ്പോൾ ഈ ഫോൺസിൽ നമുക്ക് അറ്റൻഷൻ സ്പാൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, നമ്മളൊരു കാര്യം 3 minutes ആണ് മാക്സിമം അറ്റൻഷൻ സ്പാൻ മൊബൈൽ ഇല്ലാതെ വരുന്നത്. അപ്പോൾ ഒരാളൊരു 3 minutes ഒരു കാര്യം കണ്ടിട്ട് തിരിച്ച് ഒരു മൊബൈലിലേക്ക് തിരിച്ചു പോകുമ്പോൾ 23 minutes ആണ് ആവറേജ് ടൈം ആ സ്പെൻഡ് ചെയ്യുന്നത് അതിൽ. എന്നിട്ട് അവർ അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചെയ്ത ആക്ടിവിറ്റി പലപ്പോഴും അന്ന് ചെയ്യത്തില്ല. സോ അങ്ങനെ മാത്രം നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഫോൺ അഡിക്ഷൻ, ചിലപ്പോൾ ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഭാവിയെ വളരെയധികമായി ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമായി തീരുന്നു. സോ ഇതിൽ നിന്നും ഈ ഒരു വീഡിയോയിൽ കൂടെ അങ്ങനെ സഫർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.